ഹായ് കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ ഈ മീനെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത്. ചിലപ്പം നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ കൈയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിവ് വന്ന് വരാൻ സാധ്യതയുണ്ടല്ലേ. എനിക്ക് പൊതുവേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മീനെ ഒന്ന് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലോ. അതിൻ്റെ ചിതമ്പലോ ഒന്നുമല്ല, ഈ ഒരു നടുവത്തെ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറേ മാംസത്തിൻ്റെ ഭാഗവും നമ്മുടെ കൂടെ പോരും. അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക, അതില്ലാതെ എങ്ങനെയാണ് നമ്മുടെ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഈ മാംസഭാഗം പോരാതെ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നല്ല അടിപൊളിയായിട്ട് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയിലയാട്ടോ. ഇതുപോലെ ഫിഷ് കത്രിക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ചിതമ്പലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് അയിലയൊക്കെ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ ഈ ചുണ്ടിൻ്റെ ഭാഗത്തു കൂടെ ഇതുപോലെ ഒന്നാണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. സംഭവം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ആ കത്രിക കൊണ്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാൻ നെക്സ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ടേ. അതിൻ്റെ വാലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ ചിതമ്പലകളൊക്കെ ഇതുപോലെ തന്നെ കത്രികയിട്ട് മുറിച്ചെടുക്കാം. ഇത് കത്തി കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നും. അപ്പോൾ ഇതുപോലെ ഫിഷ് കത്രികയൊക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അത് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ എത്ര കിലോ മീൻ വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് അയിലയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മത്തിയും ഒക്കെ ചെയ്തെടുക്കാം. അതിൻ്റെ ചിതമ്പൽ കുറച്ചധികം ഉണ്ടെന്നേ ഉള്ളൂ, എങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മത്തിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉള്ള മീൻ വെച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻ ഇനി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കത്രിക കൊണ്ട് തന്നെ ആട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒന്ന് വാർന്നെടുക്കുന്നുണ്ട്. അതിനൊന്നും കത്തി യൂസ് ചെയ്യുന്നില്ല. കത്തി ഞാൻ യൂസ് ചെയ്യുന്നത് ആ അയിലപ്പാറ കട്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കത്തി. ഇനി ഈ മീനൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിതമ്പലൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ചിതമ്പൽ മറ്റേ അയിലയേക്കാൾ ഒന്നും കൂടി കുറച്ച് കട്ടിയുള്ളതാട്ടോ. എല്ലാ ഭാഗവും നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്തി എടുത്തിട്ട് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തൊലിയുടെ കുറച്ച് ഭാഗം ഒന്ന് കിട്ടും. അത് ഇറച്ചിയിലേക്ക് തട്ടാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി ഒന്ന് ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. കുറച്ച് ഹാർഡാണ് സംഭവം, എങ്കിലും നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ ഭാഗം കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ ഇറച്ചി ഭാഗം ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം നമുക്ക് കത്തി കൊണ്ട് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അവിടെ നമുക്ക് വലിച്ചാൽ കിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് മറ്റേ സൈഡും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ കൈയിൻ്റെ നഖം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുതി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്നാണ്ട് വലിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫിഷിൻ്റെ ഇറച്ചി ഭാഗം ഒന്നും കിട്ടാതെ നമുക്ക് നമ്മുടെ മീൻ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന്
കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ തലഭാഗത്ത്, വാലിൻ്റെ ഈ തലഭാഗത്ത് നമുക്ക് ഈ കത്തി കൊണ്ട് തന്നെ ഇതുപോലെ ഒന്നുണ്ടത് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാധാ കത്തി കൊണ്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിൻ്റെ ഇറച്ചി ഭാഗമൊക്കെ ഒന്ന് പോരും, ഒരുപാട് പോകുന്നത് തന്നെ കിട്ടും. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് സാധാ ഫിഷ് എങ്ങനെ കട്ട് ചെയ്യുന്നോ അതുപോലെ ഒന്നുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് നന്നാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല കൂട്ട് റെഡിയാക്കാം. ഞാനൊരു 4 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ 4 ചെറിയ ഉള്ളിയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ കറക്റ്റ് തൊലിയൊന്നും കളയാതെ കേട്ടോ, അതാണ് രസം നമുക്ക് മീനിനൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു ഇടിക്കണ ചെറിയ ഉരലുണ്ടാവുമല്ലോ, അതിൽ ജസ്റ്റ് എടുത്ത് ഒന്നിങ്ങനെ ചതച്ചെടുക്കുക. നല്ല ചതഞ്ഞ് പേസ്റ്റ് രൂപത്തിലാവേണ്ട, അതുകൊണ്ടാണ് ഞാൻ മിക്സി യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകം, വലിയ ജീരകം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചതച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതലാക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അരമുറി നാരങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പറ്റ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ എടുക്കാം. എന്നിട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു വെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല കൂട്ട്. ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കുക കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മീനെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നാക്കി മസാല പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നല്ല മസാല പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒരു ഭാഗമായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.